ഹായ്ഡാ, ദാനിസ് സാറാണ്. വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്ത് നമ്മൾ 9ാം ക്ലാസ്സിലെ മക്കളാണെങ്കിലും ഇപ്പം 9ാം ക്ലാസ്സിലേക്ക് പുതിയ അഡ്മിഷൻ എടുത്ത് നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വെയിറ്റ്, വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറി. സോ ആ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി നമുക്കൊന്ന് നോക്കണ്ടേ, എന്താ അതിൽ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ അറിയണ്ടേ. ആദ്യമൊരു കാര്യം, ഒരു ടെക്സ്റ്റ് ബുക്ക് മാറിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടാകുക? ഒന്നാമത് നിങ്ങൾക്ക് അറിയാം, സ്വാഭാവികമായിട്ടും ആകാംക്ഷ ഉണ്ടാകുക ടീച്ചേഴ്സിനാണ്. സോ ടീച്ചേഴ്സിന് ഇങ്ങനെ അറിയണം ഏതൊക്കെയാണ് പട പുതുതായിട്ട് വന്ന്, ഏതൊക്കെയാണ് പട അവിടെ നിന്ന് ഒഴിവാക്കിയത്, പടച്ചോനെ 9ാം ക്ലാസ്സിൽ വല്ലതും അങ്ങോട്ട് പോയോ, 10ലേക്ക് പോയോ, 10ൽ ഏതെങ്കിലും ഇങ്ങോട്ട് വന്നോ. സോ ടീച്ചേഴ്സിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. രണ്ടാമത് ആർക്കുണ്ടാകുക, ഇപ്പോൾ 9ാം ക്ലാസ് പഠിച്ചിറങ്ങിയ നമ്മളെ മഹാന്മാർക്ക് അവരിങ്ങനെ വിചാരിക്കുക, ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഫിസിക്സിലൊക്കെ ഒരു പാഠം പഠിച്ചിനി, ഒന്നാമത്തെ പാഠം, ആ പാഠമൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ, അതൊക്കെ ഞങ്ങൾ ജൂനിയേഴ്സിന് പഠിച്ചു കൊടുക്കുന്നുണ്ടോ, അവർക്കെങ്ങാനും ആ പാഠം ഇല്ലയെന്നുണ്ടെങ്കിൽ അടിച്ചിറക്കും എന്നൊക്കെ പറയും. സാറേ അത് തെറ്റാണ്, അത് ഫൗളാണ്, ആ ടഫുള്ള പാഠം ഓൽക്ക് വേണം എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ടായിരിക്കും. സോ ഇപ്പം പഠിച്ചിറങ്ങിയ മക്കൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഏതൊക്കെ പാഠം പോയി, ഏതൊക്കെ പാഠം ഉണ്ട്, വലിയ ടഫുള്ള ചാപ്റ്ററൊക്കെ കയറി വന്നൊന്ന് അറിയാൻ. പിന്നെ ആർക്കാണ്ടാകുക, സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലുള്ള ന്യൂ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഏതൊക്കെ പാഠമാണ് വന്നത്, ഞങ്ങൾ ഏതൊക്കെ പാഠമാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. പക്ഷെ ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആകാംക്ഷ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമാണോ? അല്ല. കാരണം എന്താണെന്ന് അറിയോ, നമുക്ക് ആദ്യം ഇപ്പോൾ സ്കൂളിൽ വന്ന ടെക്സ്റ്റ് ബുക്ക് നോക്കാം. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പം സ്വാഭാവികമായിട്ടും എത്തിയിട്ടുണ്ടാകുക, ഓൾറെഡി ആദ്യം എത്തിയത് ഏതാടാ, ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് എത്തിയത് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ട് എത്തിയത്. മിക്കവാറും സ്കൂളൊക്കെ ഇത് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏതും വന്നിട്ടുണ്ട്, ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ സ്കൂളിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. മൊത്തമായിട്ട് എത്തിയിട്ടില്ല, വിതരണം ചെയ്യാൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ മിക്കവാറും സ്കൂളിലൊക്കെ ഏറെക്കുറെ ഫുള്ളായിട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ എത്തിയ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും കണ്ടൻസ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കാൻ പോവുക, 10ാം ക്ലാസ്സിലെ പാഠം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അടിമുടി മാറിയിട്ടുണ്ടോ, ടഫ് ആയോ സിമ്പിൾ ആയോ എന്ന് ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൻ്റെ കേസിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സ്വാഭാവികമായിട്ടും ടെക്സ്റ്റ് ബുക്ക് മാറുക. സോ ടെക്സ്റ്റ് ബുക്ക് മാറുന്ന സമയത്ത് പണ്ടത്തെ കാലത്തെ കഥകളും പണ്ടത്തെ കാലത്തെ കവിതകളുമാണ് ഉൾപ്പെടുത്തുക. ചിലപ്പം അങ്ങനെ ചാൻസ് ഉണ്ട്, പക്ഷെ എന്തായാലും അങ്ങനെയല്ല. പല പാഠങ്ങളും എല്ലാ പാഠങ്ങളും എന്താണ്, ഓൾമോസ്റ്റ് എല്ലാം, ഇതൊന്നും നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടില്ല, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും പുതാണ്. പുതിയ പോയംസ് ഉണ്ട്, പുതിയ എന്തുണ്ട്, പോയംസ് ഉണ്ട്, സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഫുൾ പുതിയ സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത് അതെന്തായാലും അങ്ങനെയാണ് പോട്ടെ. അപ്പോൾ ചിലർക്ക് സംശയം വരും, സാറേ പുതിയ ആക്ടിവിറ്റീസ് വല്ലതും വന്നോ? ചില ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് അതായത് ടീച്ചർമാരും കൊണ്ട് വന്ന് പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, സയൻസിൻ്റെ കേസിലേക്കും ബാക്കിയുള്ള കേസിലേക്കും വരണം. ജോഗ്രഫിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പാഠം 10ാം ക്ലാസ്സിലില്ലേ, നിങ്ങളുടെ ഏട്ടന്മാരിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്, ഈ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 7ാമത്തെ പാഠമുണ്ട്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ആ പാഠം നീട്ടി വലിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ 3 ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ 4ാമത്തെ പാഠം പണ്ട് കാലത്ത് 9ാം ക്ലാസ്സിലുള്ള പാഠം, പിന്നെ 10ാം ക്ലാസ്സിലെ ചില എലമെന്റ്സ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എന്തായാലും ഇതിലുള്ളത്. സോ ബേസിക്കലി നമ്മൾ ജോഗ്രഫി നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 10ാം ക്ലാസ്സിലെ ചില ചാപ്റ്റേഴ്സ് എങ്ങോട്ട് കയറി വന്നിട്ടുണ്ടാ, 9ാം ക്ലാസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് കുറച്ചും കൂടി നീട്ടിയിട്ടുണ്ട്, കണ്ടന്റ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഫിസിക്സിൻ്റെ കേസ് എന്താ, നമുക്ക് സയൻസ് ഒന്ന് നോക്കണ്ടേ. സയൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫിസിക്സ് നോക്കണം. ഞാൻ ഫിസിക്സിൻ്റെ ആളല്ലേ, ഫിസിക്സ് എന്നാൽ സുമ്മാവാ. ഫിസിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ഇതാടാ വന്നില്ലേ, അതാ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. അതിൽ 1ാമത്തെ പാഠം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. വാവ്, സോ ബ്യൂട്ടിഫുൾ, സോ എലജന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, സിമ്പിൾ ചാപ്റ്ററാണ്. രണ്ടാമത്തത് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ. കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠം ഇക്വേഷൻസ് ഓഫ് മോഷൻ ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം മോഷൻ്റെ ലോസ് ഓഫ് മോഷൻ ആയിരുന്നു, ചലന നിയമങ്ങളായിരുന്നു. കഴിഞ്ഞ കൊല്ലം 4ാമത്തെ പാഠം ഗ്രാവിറ്റേഷൻ ആയിരുന്നു. സോ കഴിഞ്ഞ കൊല്ലത്തെ 2, 3, 4 ഒക്കെ അവിടെ തന്നെ ഉണ്ട്. എന്ന മാറ്റം എന്താ, 1ാമത്തെ പാഠം. കഴിഞ്ഞ കൊല്ലം 9ാമത്തെ പാഠം നമ്മളെ ബോയൻസിയുടെ പാഠമായിരുന്നു, പ്ലവക്ഷമ ബലം, ആ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിയെടുക്കുക. ആ പാഠം അങ്ങോട്ട് മാറിയിട്ട് ആര് വന്നടാ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ പാഠം ഇതിനു മുമ്പ് എവിടെ അറിയാം നിങ്ങൾക്ക്, 10ാം ക്ലാസ്. 10ാം ക്ലാസ് ഫിസിക്സിലെ 5ാമത്തെ പാഠമാണ് സുഹൃത്തുക്കളെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആ 5ാമത്തെ പാഠത്തിൽ നിന്ന് കുറേ കണ്ടന്റുകൾ എടുത്ത് ഒഴിവാക്കി, എന്നാൽ ചില കണ്ടന്റുകൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് നല്ല വെൽ പ്രിപ്പയർഡും വെൽ സെറ്റിലും ആയിട്ട് നേരതാ 9ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളായിരിക്കും, സർ ഞങ്ങൾ ഭയക്കണോ, 10ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് 9ാം ക്ലാസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് ഞങ്ങൾ ഭയക്കണോ? ഒരു പേടിയും പേടിക്കരുത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കിക്കോളൂ. ഒന്ന്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഒന്ന് ആലോചിച്ച് നോക്കടാ, എന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം? നിങ്ങളിതിന് മുമ്പ് 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളിതിന് മുമ്പ് 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് അറിയില്ല. സോ 10ലെ പാഠം 9ലേക്കോ 9ലെ പാഠം 10ലേക്കോ മാറിയാൽ നമുക്ക് എന്താണ് പ്രശ്നം അല്ലയ്യ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ നിങ്ങളെന്ത് വർത്താനേ പറഞ്ഞ്, 10ാം ക്ലാസ്സിലൊരു പാഠം 9ാം ക്ലാസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ 10ലെ കട്ടിയുള്ള പാഠം 9ലെ തക്കുട് പാവ പാഠത്തിലേക്ക് വരികയല്ലേ, അപ്പം ഞങ്ങൾ തലേക്ക് അങ്ങോട്ട് കയറുമോ? അങ്ങനൊന്നുമല്ല.
സ്വാഭാവികമായിട്ട് ഇതിന് മുമ്പൊക്കെ ടീച്ചേഴ്സ് എന്താ പറഞ്ഞിന് 10ാം ക്ലാസ് കുറച്ചും കൂടി സിമ്പിളാണ്, 9ാം ക്ലാസ്സാണ് കുറച്ചും കൂടി ടഫ് എന്ന്. സോ ഇവിടുത്തെ പാഠം അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മളെ ഹാപ്പിയുള്ള കാര്യമല്ലേ. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്ര വലിയ കാര്യമൊന്നും ഇല്ലടാ. 10ൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയ പാഠങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, ഉള്ളതുപോലെ പറയാമല്ലോ, കണ്ടന്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ എജുപോർട്ട് ഇനി മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബാച്ചുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നും അറിയാത്തൊരു കുട്ടി, ഐ റിപ്പീറ്റ്, ഒന്നും അറിയാത്തൊരു കുട്ടി, നിങ്ങൾക്ക് ഈവൺ 8ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നിരിക്കുക, സാറേ എക്സാമിൻ്റെ തലേന്ന് ലൈവൊക്കെ കണ്ടിട്ടാണ് എങ്ങനെയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടിട്ടാണ് സാറേ പഠിച്ചത്, ഞങ്ങൾക്ക് 8ാം ക്ലാസ് പോലും മര്യാദയ്ക്ക് ഓർമ്മയില്ല. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ ഒന്നും അറിയില്ല എന്നിരിക്കുക, 10ാം ക്ലാസ്സിലെ കണ്ടന്റ് 9ാം ക്ലാസ്സിലേക്ക് മാറ്റി നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് ഇരിക്കുക. ഡോണ്ട് വെറി. നിങ്ങൾ എന്താ ചെയ്യേണ്ടി, നമ്മുടെ ബാച്ചിൽ അംഗമാകുക. അപ്പോൾ നിങ്ങൾക്കും സാറേ നിങ്ങളുടെ ബാച്ചിൽ അംഗമാവാൻ എത്ര രൂപയാണ്, അങ്ങനെ എങ്ങനെ, അതൊന്നും നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എജുപോർട്ട് 0ൽ നിന്ന് ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇതിൽ 1ാമത്തെ പാഠം എന്താ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെ ഫിസിക്സിൻ്റെ, ആ 1ാമത്തെ പാഠം എടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയണോ അതെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ. അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും. ഇത് മറ്റേ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് എജുപോർട്ടിൻ്റെ ഗ്യാരണ്ടി, സെറ്റ് അല്ലടാ. സോ ഗൈസ്, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഡോണ്ട് വറി. നിങ്ങളിപ്പോൾ വെക്കേഷനൊക്കെ നല്ല ചില്ല് ചെയ്ത് നടക്കുക, മാക്സിമം എൻജോയ് ചെയ്ത് നടക്കുക, കുടുംബക്കാരുടെ വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലും എവിടേക്കാണ് പോകേണ്ടത് അവിടെയൊക്കെ പോവുക, വൈബായിട്ട് നടക്കുക. അങ്ങനെയൊക്കെ വൈബായിട്ട് നടന്നതിന് ശേഷം നമ്മൾ എജുപോർട്ടിൻ്റെ ബാച്ച് നമ്മളങ്ങോട്ട് അനൗൺസ് ചെയ്യും. എജുപോർട്ടിൻ്റെ ബാച്ച് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നേരെ അങ്ങോട്ട് പോരുക, കയറി അങ്ങോട്ട് പോരുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വിളിച്ച് അങ്ങോട്ട് പോരുക. ഇനി അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ എവിടെ കിട്ടുക? ഒന്നുകിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എജുപോർട്ടിൻ്റെ ക്ലാസ് 9 യൂട്യൂബ് ചാനലിൽ നല്ല ആവേശത്തോടു കൂടി എന്ത് ചെയ്യുക, നേരെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊക്കെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. മാത്രമല്ല, ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കാണ്. നേരെ ആ ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എജുപോർട്ടിൻ്റെ പുതിയ 9ാം ക്ലാസ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും, സാറേ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്താൽ എൻ്റെ നമ്പർ അന്യ പുരുഷന്മാരും സ്ത്രീകളൊക്കെ കാണൂലേ? അതൊന്നും ഇല്ല. നിങ്ങൾ കമ്മ്യൂണിറ്റിൻ്റെ റൂൾസ് അറിയണം. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും വേറെ ആരും കാണൂല. സോ ഈ നമ്പർ നേരെ കമ്മ്യൂണിറ്റിയിലുള്ള ആ ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞുതരും, ഞങ്ങളെ ക്ലാസ് ഇന്നാട്ടെ സ്റ്റാർട്ട് ചെയ്യുക, മക്കളെ 4 ക്ലാസ് ഉണ്ട് കേട്ടോ, മറ്റന്നാൾ ക്ലാസ് ഉണ്ട് കേട്ടോ, വാ ക്ലാസ് അവിടെ കേട്ടോ, ഇതാട്ടെ ക്ലാസ്സിൻ്റെ ലിങ്ക്. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. മാത്രമല്ല, ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ എവിടെയും പറയടാ, എജുപോർട്ടിൻ്റെ ക്ലാസ് 9 യൂട്യൂബ് ചാനലിലും പറയും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഈ ചാനലിനെ പറ്റി നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. വീണ്ടും ഞാൻ പറയുന്നടാ, ടെക്സ്റ്റ് ബുക്ക് ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഫിസിക്സ് വന്നു, കെമിസ്ട്രി വരും, ബയോളജി വരും, മാത്സ് വരും, എല്ലാം വരും. അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് ചിലപ്പോൾ നമ്മളിടും, നമ്മുടെ ഗ്രൂപ്പിൽ എന്തായാലും ഇടും, അതിലൊക്കെ നമ്മളിടും. ഇനി എന്ത് തന്നെ നമ്മൾ ഇട്ടാലും, അതിനി 10 എന്നല്ല +1 കണ്ടന്റ് ഇങ്ങോട്ട് വന്നാലും, ഇവിടുത്തെ എന്ത് കണ്ടന്റ് പോയാലും നമ്മൾ ഒട്ടും ഭയക്കണ്ട, നമ്മളുണ്ട് കൂടെ, എജുപോർട്ട് ഉണ്ട് കൂടെ. നമ്മളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും, 0ൽ നിന്ന് പറഞ്ഞുതരും. ഓക്കെ അല്ലേ? സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ അടിക്കുക, എന്നിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുക. ഓക്കെ, ബൈ.